ഓഡിയൻസിനെ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഇവിടുത്തേതും നമ്മളവിടെ മലയാളികൾ തന്നെ രണ്ട് വ്യത്യാസമുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അങ്ങനെ കുറവായി പറയില്ല. ഏത് എല്ലാത്തിനും ഇനിയിപ്പോ നമ്മള് പാടെ പോയിട്ട് അറബി പാട്ട് പാടിയാലും കൈയടിക്കും. പക്ഷെ ഇവിടെ നിന്ന് ഒരു കൈ പാടിക്കഴിഞ്ഞാൽ പറയുന്നത് അറബി കണ്ട കൊല്ലും അതിന് പറയും. പക്ഷെ അത് രസത്തിന് പറയുന്നതാണ്. പക്ഷെ നാട്ടിലെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് അങ്ങോട്ടും സപ്പോർട്ട് കിട്ടില്ല. ആദ്യം നമ്മള് വീട്ടില് സപ്പോർട്ട് ഉണ്ടാക്കണം, നാട്ടിലെ സപ്പോർട്ട് എന്തിനും പുറത്ത് സപ്പോർട്ട് ഉണ്ടാക്കണം. ഇതെല്ലാം സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഇവിടെ കൂടെ ഒരാൾ മാത്രം ഒഴിഞ്ഞു നിൽക്കുകയാണ്. രണ്ടാളുണ്ട്, ഭാര്യ ഇവിടെ ഇല്ല. അദ്ദേഹത്തെ കൂടി കുറിച്ച് പറയാതെ നമ്മൾ പോയാൽ ഭാര്യ എത്രത്തോളം സപ്പോർട്ടാണ്, എങ്ങനെയൊക്കെയാണ്? ഭാര്യ നമ്മുടെ ഞാൻ പറഞ്ഞ ഗുരുനാഥൻ ഇബ്രാഹിം പിരിച്ചയുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിന്റെ മകളാണ്, സാഹിറ എന്നാണ് പേര്. സാഹിറ നമ്മുടെ കല്യാണം കഴിഞ്ഞത് മുതൽ എൻ്റെ ജോലി ഇന്നതാന്നുള്ളത് ആദ്യം ഞാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയാണല്ലോ ജോലി. അപ്പൊ അത് മനസ്സിലാക്കി അത് പെരുമാറുന്ന ഒരാളാണ് വേണമെന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു അതിനെന്താ പ്രശ്നമുള്ളത്, നിങ്ങളൊരു ജോലിയല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ ഈ സ്റ്റുഡിയോയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും ഞാൻ പറയുമ്പോൾ എനിക്ക് പാട്ടൊക്കെ എഴുതി തരുന്നത് വൈഫാണ്. നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നുള്ളത്. ഇനിയിപ്പോ നമുക്ക് ഈ നമ്മൾ കുറെ കാര്യങ്ങൾ പറയുമ്പോഴും എന്തായാലും താങ്കടയ്ക്ക് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന പാട്ടായിരിക്കും. വീണ്ടും ഒരു പാട്ട് കൂടി നമുക്കൊന്ന് കൊടുത്താൽ മധുവർണ്ണ പോവല്ലേ? മധുവർണ്ണ പൂവല്ലേ നറുനിലാ പൂമോളല്ലേ മധുര പാതീനേഴി